ഇങ്ങനെ ഒരിക്കൽ ചിക്കൻ കറി വരട്ടിയത് ചെയ്തു നോക്കിയാൽ ഹോട്ടൽ സ്റ്റൈൽ പോലും മറക്കും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സൂപ്പർ ടേസ്റ്റി ചിക്കൻ കറി വരട്ടിയതാണ്. ചോറിനും ചപ്പാത്തിക്കും പെർഫെക്റ്റ് കോംബോ. എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ആദ്യം ചിക്കനിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് പെരക്കി വെക്കണം. ചിക്കൻ വാങ്ങിക്കുമ്പോൾ ചിക്കൻ കാല് വെട്ടി നുറുക്കാറില്ല. അത് 2 മക്കൾക്കും പൊരിച്ചു കൊടുക്കാനാണ്. അല്പം കറിവേപ്പില കൂടെ അതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാം. രണ്ട് തക്കാളി, 5 സവാള, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു വലിയ വെളുത്തുള്ളി, 5 പച്ചമുളക്, ഇവയാണ് നമ്മുടെ ചിക്കൻ വരട്ടിയതിനുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി ഈ ഇൻഗ്രീഡിയൻസൊക്കെ വൃത്തിയാക്കിയെടുക്കണം. തക്കാളിയുടെ തൊലി വേറൊരു രീതിയിൽ കളയുന്നത് ഞാൻ മുട്ടക്കറിയുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ അത് പോയി കാണണം. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം. എല്ലാം വൃത്തിയാക്കി ഇനി നമുക്ക് കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുക്കാം. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കറിയിലേക്ക് വേണ്ട പൊടികൾ വറുത്തെടുക്കണം. മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നമുക്ക് വറുത്തെടുക്കാം. അതിനു മുന്നേ അരിഞ്ഞു വെച്ച കഷ്ണങ്ങളൊക്കെ നമുക്ക് അടുപ്പത്ത് വെക്കാം. ചൂടായ ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം.
ചൂടായ എണ്ണയിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. കരിഞ്ഞു പോവാതിരിക്കാൻ ഇളക്കി കൊടുക്കണം. ഇനി അതിലേക്ക് അല്പം പെരിഞ്ജീരകവും ചേർത്തൊന്ന് വറുത്തെടുക്കാം. ഇനി അതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഈ ചിക്കൻ റോസ്റ്റിൽ കറിവേപ്പില പ്രധാനമാണ്. അതുകൊണ്ട് കറിവേപ്പില നല്ലതുപോലെ ചേർക്കണം. ഞാൻ കറിവേപ്പില കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഇത് വെന്ത് വരുമ്പോഴത്തേക്കും ആ പൊടികളൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം പൊടി ചൂടാക്കിയെടുക്കാൻ. കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കാം. അതിൻ്റെ ഇടയ്ക്കൊന്ന് വഴറ്റാൻ വെച്ച ഉള്ളിയെല്ലാം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഇനി ഇത് അടച്ച് വെക്കാം. ഇനി നമുക്ക് പൊടി മൂട്ടണമെന്ന് നോക്കിയാലോ. കുറച്ചും കൂടി ആവാനുണ്ട്. അതുകൊണ്ട് കുറച്ച് നേരം കൂടെ പൊടി വറുത്തെടുക്കുക.
പൊടിയൊക്കെ മൂത്തിട്ടുണ്ട്, അതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്താലും പൊടി ഇളക്കിക്കൊണ്ടിരിക്കണം. ചട്ടിയുടെ ചൂടിൽ കരിഞ്ഞു പോകും, അതുകൊണ്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. അതുപോലെ തന്നെ വഴറ്റാൻ വെച്ചതെല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ഇനി അതിലേക്ക് നേരത്തെ വറുത്ത് മാറ്റിയ പൊടികൾ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇറച്ചി വേവാൻ ആവശ്യമായ 1 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. ഇത് നമുക്ക് റോസ്റ്റ് പോലെ ആക്കി എടുക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് കുറച്ച് മാത്രം വെള്ളം മതി. ഇപ്പം നമുക്കതിൽ കുറച്ച് ഗരം മസാലയും ആഡ് ചെയ്യാം. 2 ടീസ്പൂൺ അളവിലാണ് ഗരം മസാല ചേർക്കുന്നത്. കുരുമുളക് പൊടിയും 2 ടീസ്പൂൺ ചേർക്കാം. കുറച്ചധികം ചേർത്താലും കുരുമുളക് പൊടി ഇതിൽ രുചി കൂട്ടും. ഇനി അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് നേരം വേവിക്കാം. അതിനുശേഷം തുറന്നിട്ട് അതിലേക്ക് മല്ലിച്ചപ്പും കറിവേപ്പിലയും കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം. ചിക്കൻ വെന്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ചാറ് വറ്റിച്ചെടുക്കാം. അങ്ങനെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഇനിയും ഇത്തരത്തിലുള്ള ടേസ്റ്റി റെസിപ്പിക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.